ലേണിംഗ് അഖില മിസ് ആണ്. സോ നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. നമ്മുടെ ഇന്റഗ്രേഷനിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഡയറി എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ എക്സാമിന് ഇപ്പോൾ Day 1, Day 2, Day 3 എന്ന് പറഞ്ഞ് 3 ദിവസങ്ങളിലായിട്ടാണ് ഇന്റഗ്രേഷന്റെ എക്സാം. അതിലൊരു ദിവസം കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ഡയറി എഴുതുക എന്നുള്ളത്. അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് നമ്മളൊരു ഡയറി ബൈഹാർട്ട് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ. തന്നിരിക്കുന്ന സന്ദർഭത്തിനനുസരിച്ച് നമ്മളൊരു ഡയറി എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ അതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഡയറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദിവസമാണ് അല്ലെ. ആ ഒരു ദിവസം നടന്ന കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ ദിവസം ഏതാണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതായത് ആ ഡേറ്റ്, തീയതി നമ്മൾ എന്ത് ചെയ്യണം, ഡയറിയിൽ നമ്മൾ സൂചിപ്പിക്കണം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പറയുവാണെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ എഴുതണം എന്ന് മിസ് പറയുന്നില്ല, ആ സന്ദർഭം നടക്കുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങളൊരു മോഡലായിട്ട് അവിടെ എന്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം, ഒരു ഡേറ്റ്, ഒരു ദിവസം നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സംഭവങ്ങളെല്ലാം വിട്ടുപോവാതെ എഴുതുക എന്നുള്ളതാണ്. കാരണം നമ്മളോട് ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ മക്കളുടെ സ്വന്തം ഡയറി ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും ചോദ്യത്തിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു സന്ദർഭം തന്നിട്ട് ആ സന്ദർഭത്തിൽ അമ്മു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, ആ അമ്മുവിന്റെ ഡയറി എഴുതാനായിട്ട് നിങ്ങളോട് സഹായിക്കാൻ പറയുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ നിമിഷം മുതൽ മക്കള് അമ്മു ആയിട്ട് മാറണം അല്ലെ. എന്നിട്ട് നിങ്ങൾ ഡയറി എഴുതുന്ന സമയത്ത് അമ്മു എന്നല്ല അതിൽ എഴുതേണ്ടത്, ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡയറിയിൽ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത് അല്ലെ. സ്വന്തം അനുഭവങ്ങളെല്ലാം ചേർക്കണം നമ്മൾ. അപ്പൊ ആ കഥാപാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡയറി നിങ്ങൾ എഴുതണം അല്ലെ. അതുപോലെ അക്ഷരത്തെറ്റില്ലാതെ എഴുതാനായിട്ട് മക്കള് ശ്രദ്ധിക്കുകയും ചെയ്യണം. മാക്സിമം എന്ത് ചെയ്യുക, നല്ല വൃത്തിയിൽ നീറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. അപ്പൊ ഡേറ്റിന്റെ കാര്യം മറക്കരുത്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേടിക്കാനായിട്ട് പറ്റും അല്ലെ. അടുത്തൊരു ചോദ്യം ഇതാണ്, റോഡ് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അല്ലെ. വാഹനങ്ങളെ പറ്റി എല്ലാം നമ്മൾ ഈ വർഷം പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, ശാലുവും അച്ഛനും ഒരു സ്റ്റാളിലെത്തി. വാഹനങ്ങളുടെയും റോഡ് അപകടങ്ങളുടെയും ധാരാളം ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് റോഡ് നിയമങ്ങളെ കുറിച്ച് ആളുകൾക്ക് അറിവ് നൽകുന്നതിനുള്ള സ്റ്റാളാണ്. അച്ഛൻ പറഞ്ഞു. അവർ സ്റ്റാൾ ചുറ്റി നടന്ന് കണ്ടു, റോഡ് നിയമങ്ങൾ എഴുതിയത് വായിച്ചു. ഇത്രയും നമ്മളെടുത്ത് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് ചോദ്യം എന്താണെന്നറിയോ, ഇതൊക്കെ മാതൃകാ ചോദ്യങ്ങളാണ് കേട്ടോ. ചോദ്യം ഇതാണ്, കാൽനട യാത്രക്കാർ പാലിക്കേണ്ട റോഡ് നിയമങ്ങൾ എഴുതൂ. ഒരു 5 എണ്ണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. മുഴുവൻ മാർക്ക് കിട്ടണമെങ്കിൽ 5 റോഡ് നിയമങ്ങൾ നമ്മൾ എഴുതണം. അത് എങ്ങനെയുള്ളതായിരിക്കണം, കാൽനട യാത്രക്കാർ പാലിക്കേണ്ടതായിരിക്കണം. നമുക്കറിയാം വാഹനം ഓടിക്കുന്ന ആളുകൾ പാലിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട്, വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നടന്നു പോകുമ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ, അത് നമ്മൾ കൃത്യമായിട്ട് എഴുതുക. ഏതൊക്കെയാണ്, റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുക, സീബ്ര ലൈനിലൂടെ മാത്രം റോഡ് ക്രോസ് ചെയ്യുക, ഫുട്പാത്തിലൂടെ നടക്കുക, റോഡിലൂടെ കൂട്ടം കൂടി നടക്കരുത്, രാത്രി റോഡിലൂടെ നടക്കുമ്പോൾ വെള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്യുക, ധരിക്കുക അല്ലെ. അപ്പൊ 5 എണ്ണം നമ്മൾ ഇതാ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ഉത്തരങ്ങളൊക്കെ എഴുതി തന്നെ എന്ത് ചെയ്യുക, ശീലിക്കുക. എന്നാലേ നമുക്ക് എക്സാമിന് ഒരു മടിയും ഇല്ലാതെ ഉത്തരങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. അടുത്തൊരു ചോദ്യം ഇതാണ്, വീട് വൃത്തിയായി സൂക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണം. നമ്മളോട് ചോദിക്കും, വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ വീട് വൃത്തിയായി സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കുക, അടുക്കളയെന്നും തുടച്ച് വൃത്തിയാക്കുക, പാത്രങ്ങൾ കഴുകി വെക്കുക, തുണികൾ വലിച്ചു വാരിയിടാതിരിക്കുക, മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൃത്യമായിട്ട് അലക്കിയിട്ട് നമ്മൾ അടുക്കി വെക്കുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചേർത്ത് എഴുതാം അല്ലേ. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉത്തരമായിട്ട് എഴുതാനായിട്ട് പറ്റും. ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പൊ അടുത്തൊരു ചോദ്യം, രോഗങ്ങളെ തരംതിരിച്ചെഴുതാനാണ്. ഇവിടെ ഇതാ കുറേ എന്തുണ്ട്, രോഗങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. നോക്കിയാൽ നിങ്ങൾ, ക്ഷയം, തലവേദന, വയറുവേദന, കോവിഡ്, പ്രമേഹം, എലിപ്പനി, പല്ലുവേദന, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, ചെങ്കണ്ണ്, ഹൃദ്രോഗം, അർബുദം അല്ലെ. കുറേ രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, 2 ആയിട്ട് നമ്മൾ തരം തിരിച്ചെഴുതണം. അങ്ങനെ തരം തിരിച്ചെഴുതുന്ന സമയത്ത് ഏതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ചുറ്റും പകരുന്ന രോഗങ്ങളും ഉണ്ട്, പകരാത്ത രോഗങ്ങളും ഉണ്ട് അല്ലെ. ഒരാൾക്ക് വന്നതിന്റെ പേരിൽ വേറൊരാൾക്ക് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാത്ത കുറേ രോഗങ്ങളും ഉണ്ട്. എന്നാൽ എനിക്ക് വന്നാൽ ഞാനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളും ഉണ്ട്. അപ്പൊ 2 പേരെയും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, ക്ഷയം,
കോവിഡ്, ഡെങ്കിപ്പനി, ചെങ്കണ്ണ്, എലിപ്പനി, മഞ്ഞപ്പിത്തം, ഇതൊക്കെ എന്താണ്? പകർച്ചവ്യാധികളാണ് അല്ലെ, പകരുന്ന രോഗങ്ങളാണ്. അതേസമയം വേദനകൾ, അതായത് നമ്മുടെ തലവേദന, വയറുവേദന, അതുപോലെ പ്രമേഹമുണ്ട്, ഹൃദ്രോഗം അല്ലെ, അർബുദം അല്ലെങ്കിൽ ക്യാൻസർ, പല്ലുവേദന, ഇതൊക്കെ എന്താണ്? പകരാത്ത രോഗങ്ങളാണ് അല്ലെ. അത് പകരുന്ന രോഗങ്ങളല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉത്തരം എഴുതാനായിട്ട് പറ്റണം. അപ്പൊ ഇന്ന് നമ്മൾ കുറേ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇതേപോലെയുള്ള ചോദ്യങ്ങളായിട്ട് ഇനിയും മിസ് വരും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.